നൂലുകെട്ടും പേരിടൽ ചടങ്ങുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ദിവ്യയുടെ കുഞ്ഞിനെ ദീപക്കിന് അംഗീകരിക്കേണ്ടി വരും. അതോടെ ദീപക്കിന്റെ കാര്യത്തിൽ എന്നേക്കുമായിട്ടൊരു തീരുമാനം ഉണ്ടാവും. പക്ഷേ രോഹന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടാത്തത്. എനിക്ക് പേടിയാവുന്നു. രാജുവിനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാൻ. ഹലോ ഋതിക മാഡം. രാജു എന്ത് ചെയ്യുന്നു? ഞാൻ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാനും ആ കാര്യം തന്നെയാ രാജു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ആ കാര്യത്തിൽ എനിക്ക് സമാധാനായി. അതെ മാഡം, നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒക്കെ കഴിയുന്നതോടെ ദീപകിന്റെ ഭാഗത്തു നിന്നും ഋതിക മാഡത്തിന് ഒരു ശല്യം ഉണ്ടാവില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ എന്നാലും രാജു, റോഹന്റെ കാര്യം. റോഹന്റെ കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യാനാ മാഡം? ഞാൻ അവനെ കല്യാണം കഴിച്ച് ഞാൻ അവന്റെ കൂടെ പോയി താമസിക്കണമെന്നാണോ രാജു പറയുന്നത്? അങ്ങനെയല്ല മാഡം ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ രാജു ഉദ്ദേശിച്ചേ? മാഡം എന്നോട് വഴക്കിടാൻ വേണ്ടിട്ടാണോ ഇപ്പൊ വിളിച്ചത്? ഞാൻ വഴക്കിടാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത്. പക്ഷെ രാജു പറയുന്നതിന്റെ മറുപടി എന്തായാലും ഞാൻ പറയും. ഇപ്പൊ പറഞ്ഞതിന്റെ മറുപടി ഹാർഷായിട്ട് ഞാൻ പറയും. മാഡം വഴക്കുണ്ടാക്കാതെ സമാധാനായിട്ടിരിക്കെ. നമുക്ക് ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ സമയമുണ്ടല്ലോ. ആലോചിച്ചു കഴിഞ്ഞാൽ വഴിയും കിട്ടും. ഇതിങ്ങനെ അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. രാജു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജു എനിക്ക് പണ്ടൊരു പ്രോമിസ് തന്നിട്ടുള്ളതല്ലേ, എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പൊ രാജു തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. എനിക്കറിയില്ല. റോഹനോട് രാജു തന്നെ സംസാരിക്കും. ഞാൻ റോഹനോട് സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാലേ പറ്റൂ. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ മാഡം, ഞാൻ നോക്കിക്കൊള്ളാം.